നമുക്ക് ആദ്യം തന്നെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ട അരി വാഷ് ചെയ്തിട്ട് നമുക്കത് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം വേവുണ്ടാവില്ല. പിന്നെ ഈ അരി ഇങ്ങനെ നീളത്തിലുള്ള അരിയല്ലേ, ഇത് കുറച്ചുകൂടി ഒന്ന് നീളം വെക്കും. ഓക്കെ, അപ്പോൾ അത് ലെങ്ത് ആയി കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. ഞാനിത് വാഷ് ചെയ്തെടുത്തിട്ട് വെക്കാം കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് കുക്ക് ചെയ്യുന്നതെന്ന് പറയൂ കേട്ടോ. ഇത് ഈസി ആയിട്ടുള്ള പണിയാണ്, പെട്ടെന്ന് നമ്മളുടെ പണി കഴിയും. അപ്പം അധികം നമ്മൾ അരിന് ഇത് ചെയ്യണ്ട, ഉടയ്ക്കണ്ട. നമ്മൾ അധികം അമർത്തി കഴുകി അതിനെ കേടുവരുത്താൻ പാടില്ല, പിന്നെ അത് പൊട്ടിപ്പോവും. ഓക്കെ, നമ്മൾ ജസ്റ്റ് അതിൽ അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2-3 ടൈംസ് കഴുകിയതിന് ശേഷം നമ്മൾ ഇതിനെ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ആ വെള്ളത്തിൽ തന്നെ അത് കുതിർന്ന് വരുമ്പോൾ അതിലത്തെ ബാക്കി അഴുക്ക് കൂടി അങ്ങ് പൊക്കോളും. ഒന്നുകൂടി കഴുകാം. അമർത്തി കഴുകുന്നില്ല കേട്ടോ. അമർത്തി കഴുകി കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി അത് പൊട്ടിപ്പോവും. ഇനി ഇതൊന്നുകൂടി കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിലിത് കുതിർത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കാം കേട്ടോ. ഏറ്റവും ഈസി റെസിപ്പിയാണ് നമ്മളുടെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി അല്ലേ. എല്ലാവർക്കും അത് ഈസി ആയിരിക്കുമല്ലോ. അത് അരി ഒന്ന് വെന്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിയാണ്. ഒരു 10-15 മിനിറ്റ്സിൽ നമുക്ക് ചെയ്യാം. ഞാൻ കുറച്ച് നല്ല ഫിൽറ്റർ വാട്ടറിൽ ഇത് കുതിർത്തി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി അത് ആവട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. കണ്ടു, ഇത് നമ്മൾ ഗാർലിക് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒനിയൻ, പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ആക്ച്വലി എൻ്റെ കയ്യിൽ ഗ്രീൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഉണ്ടായിരുന്ന ഓറഞ്ചാണ്, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അറിയാമല്ലോ, സ്പ്രിങ് ഓണിയൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. വെജിറ്റബിൾസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വെജിറ്റബിൾസ് ഇതെല്ലാമാണ്. ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ നിറയെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾ വേണോ എന്നൊന്നും ആലോചിക്കേണ്ട. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ അവർക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ വെജിറ്റബിളൊക്കെ അങ്ങനെ അവരെ ഉള്ളിൽ പോയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിളിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണമെങ്കിലും കുറച്ചോളൂ കേട്ടോ. നമ്മളിപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ നന്നായിട്ട് കളർഫുള്ളായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്കിനി ചട്ടി വെച്ചിട്ട് അത് ചൂടാക്കാം. ഓക്കെ, അത് ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ബട്ടറും യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഒലീവ് ഓയിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാമായിരിക്കുമല്ലേ. അപ്പം അത് ചൂടായിക്കോട്ടെ, നമുക്ക് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചട്ടി അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക്കാണ് ഇടാൻ പോകുന്നത്. അപ്പം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഗാർലിക് ഇടാം കേട്ടോ. ഈ ബട്ടറിൻ്റെ കൂടെ ഈ ഗാർലിക് നന്നായിട്ട് സോട്ടായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സ്മെല്ലും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഹൈ ആയിട്ട് വെച്ചിട്ട് അതൊന്ന് ഒരു ബേൺ സ്മെല്ല് വരണമല്ലോ, അപ്പോഴാണല്ലോ ടേസ്റ്റ്. നമ്മൾ ബേൺ ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ നന്നായിട്ട് ഗാർലിക്ക് ഫസ്റ്റ് നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്തെടുക്കാം. ആ ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് വരണം. അപ്പോൾ ഗാർലിക്കിനെ നന്നായി നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഗാർലിക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഗാർലിക്ക് ഞാൻ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ആ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും നമുക്ക്.
ഈ ബട്ടറും ഗാർലിക്കും കൂടി ചേർന്ന് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഗാർലിക് ഒന്ന് നന്നായി മൂത്തോട്ടെ കേട്ടോ, കളർ മാറിക്കോട്ടെ, കുഴപ്പമില്ല, കാരണം നമ്മൾ ബേൺ ചെയ്യുന്നില്ലല്ലോ ഒന്നും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയിടാം. ഓക്കെ, ഫ്രൈഡ് റൈസിന് പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഒരേപോലെ വേവായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഉള്ളി ഇട്ട് ഒന്ന് ആ ഒരു റോ സ്മെല്ല് പോകണമല്ലോ. കുറച്ച് ബീൻസ് ചാടി കൂടെ, നോ പ്രോബ്ലം. ഓക്കെ, ആ ഒരു റോ സ്മെല്ല് പോകണ്ടേ, ഒരു റോ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓണിയൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഓണിയൻ നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അധികമൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇനി ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും ആഡ് ചെയ്യാൻ പോവാണ്. ബീൻസ് ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പല്ല ആഡ് ചെയ്യുന്നത് കേട്ടോ. ഉപ്പിന് പകരമല്ല, ആക്ച്വലി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് മാഗിയുടെ സ്റ്റോക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്കാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് ആഡ് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി അതിനകത്ത് സോൾട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സോൾട്ടിൻ്റെ അളവ് നോക്കിയിട്ട് മതി നമ്മൾക്ക് പിന്നെ സോൾട്ട് എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ. കാരണം നമ്മൾ ഓൾറെഡി റൈസും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, റൈസ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമ്മൾ ഊറ്റിക്കളയില്ലേ വെള്ളം, അപ്പോൾ സോൾട്ട് ആഡ് ചെയ്യും. അപ്പം അതുകൊണ്ട് ഇത് നോക്കിയിട്ട് മതി കേട്ടോ. പിന്നെ ഞാൻ മാഗിയുടെ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് അതിൽ കിടന്ന് അതിൻ്റെ കൂടെ വെജിറ്റബിളിൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ, കുക്കായി വരും. ഓക്കെ, നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് ഇല്ലേ ഉള്ളൂ, ഫ്രൈഡ് റൈസ് നമുക്ക് അങ്ങനെ ഭയങ്കര ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്ന ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ഒലീവ് ഓയിൽ കേട്ടോ. ഇനി കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിലും ഇച്ചിരി ബട്ടറും ആണ് നമ്മളുടെ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പം ഇനി ഇതൊന്ന് കുക്കായി വന്നോട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഇനി നമ്മൾ അതിലേക്ക് സോസുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ടാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. സോട്ടായി വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുക്കായി വരുന്നുണ്ട്. കണ്ടോ, നമ്മൾക്കിപ്പോൾ ആ പ്ലേറ്റിൽ കണ്ടപ്പോൾ ഒരുപാട് വെജിറ്റബിൾ ഉള്ള പോലെ തോന്നിയില്ലേ? പക്ഷെ ഇത് സോട്ട് ചെയ്ത് വരുമ്പോൾ നന്നായി കുറഞ്ഞു വന്നല്ലോ. അപ്പോൾ അത് ഇനി കുറച്ചും കൂടി ഒന്ന് കുറയും. അത് എന്നിട്ട് മീൻസ് ഒരു കുക്കാവണ്ടേ, ഒരു ഹാഫായിട്ടെങ്കിലും കുക്കാവണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനി അത് കുറച്ചും കൂടി ഒന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞോളും. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം കണ്ടോ, ഇപ്പം നമ്മളുടെ വെജിറ്റബിൾ അത്യാവശ്യം സോട്ടായി വന്നു. ഇനി നമ്മളിതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഫിഷ് ആൻഡ് ഫ്രൈഡ് റൈസ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ നമ്മളതിൽ സോസ് ഇല്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ചില്ലി സോസ് ഇടാം. ഓക്കെ, എൻ്റെ കയ്യിൽ സോയാ സോസ് ഇല്ല, നിങ്ങൾ സോയാ സോസ് കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. കുറച്ച് ചില്ലി സോസ് ഇട്ടിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കെച്ചപ്പ്. ഇനി നമ്മളതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്, നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഇനി നമ്മൾക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ പെപ്പർ ഞാൻ റൈസ് ഇട്ടതിന് ശേഷം ഇടാം കേട്ടോ, സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇടാം. ഓക്കെ, റൈസ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു 3/4 കുക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെ പോർഷനായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ അത് ഒരുമിച്ച് അതിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെയർ ഇട്ട് കൊടുക്കാം. ഈ റൈസ് ആവുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊന്നും കൂടി അത് ഡ്രൈ ആയിക്കോളും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലൂസായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈക്ക് കുറച്ചൊന്ന് വെറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. വല്ലാതെ കുത്തി ഉടയ്ക്കണ്ട. കുത്തി ഉടച്ച് കഴിഞ്ഞാൽ റൈസ് ഉടഞ്ഞു പോകും കേട്ടോ. ഇനി അടുത്ത പോർഷൻ ഇടാം. ഇനി ഞാനിപ്പോൾ ബാക്കിയുള്ളത് അങ്ങ് ഇടാം. നമ്മളിതിലേക്ക് ഫുൾ പോർഷൻ റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് കുറച്ച് പെപ്പർ സ്പ്രെഡ് ചെയ്യാം കേട്ടോ. പെപ്പർ ചിലവർക്ക് പെപ്പർ നന്നായിട്ട് ഇടുന്നത് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. സോ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ, നമ്മൾ പെപ്പർ കുറച്ച് ഇടാറുണ്ട്, കുറച്ച് സ്പൈസി ആയിട്ട് റൈസ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു ഇച്ചിരി പെപ്പർ ഇട്ട് കൊടുക്കുകയാണേ, സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇതൊന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റൈസിൻ്റെ വേവ് ശ്രദ്ധിച്ചോളൂ, കാരണം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകണ്ട കേട്ടോ. പാകത്തിന് വേവിച്ചെടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി എഗ്ഗ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കി പൊരിക്കുക അല്ലേ, അതിട്ടിട്ടുണ്ട്. നമ്മൾ എഗ്ഗ് ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എഗ് ബുർജി. നൗ നെക്സ്റ്റ് തിങ്, അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാൻ പേടിയാണ്, പൊട്ടിപ്പോവോ റൈസ് എന്നുള്ളത്. ഓക്കെ, എനഫ്. ഇനി നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്പ്രിംഗ് ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ സ്പ്രിംഗ് ഓണിയൻ നന്നായിട്ട് തന്നെ മേലിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കഴിഞ്ഞു. നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടി കഴിഞ്ഞു. സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോട്ട് മച്ച്, ലിറ്റിൽ ബൈ ലിറ്റിൽ. ഓക്കെ, അതിന് ഭയങ്കര ഹാർഡായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്, റൈസ് എല്ലാം പൊടിഞ്ഞു പോവും. സോ ലിറ്റിൽ ബൈ ലിറ്റിൽ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെസിപ്പി, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ഈസിയാണ്. ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ഇപ്പോൾ ഞാനതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ടാണ് ഇതിന് ഇത്രയും സമയം എടുത്തത്. ആക്ച്വലി ഇത് വളരെ ക്വിക്കാണ്. ഒരു 10-15 മിനിറ്റ്സ് നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ പരിപാടി കഴിഞ്ഞു. അപ്പം ഈസി ആയിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലേക്കെല്ലാം പാക്ക് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. സോ മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പറയൂ കേട്ടോ. ഓക്കെ, എന്തായാലും പോകുന്ന വഴിക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കൂ കേട്ടോ. അപ്പം എനിക്കും വീഡിയോ ഇടാനൊരു എന്താ പറയുക, മോട്ടിവേഷൻ ആവും. ഇതും എല്ലാവർക്കും അറിയുന്ന റെസിപ്പീസൊക്കെ തന്നെ, പക്ഷെ നമ്മൾ ചെയ്യുന്ന വേർഷൻസിൽ ഇടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ആ ലൈക്ക് ബട്ടണിലും ആ സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. സീ യു ഓൾ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ.